ഈ നാട്ടിൽ ഞങ്ങളുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠം, ഞങ്ങളുടെ മതം അനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ ഭരണ സമ്പ്രദായം ഇവിടെ കൊണ്ടുവരണം, അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്നത് ചെയ്യുമ്പോഴാണല്ലോ ഈ മതരാഷ്ട്രവാദം അപകടകരമായി മാറുന്നത്. RSS അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രമാണം ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതൊക്കെ ചേർത്ത് വെച്ചുണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഇതര മതവിശ്വാസികളെ ബഹുദൂരം രണ്ടാം പൗരന്മാരാക്കിയും മറ്റൊക്കെ ചിത്രീകരിക്കുമ്പോഴാണ് നമുക്കിതിനോട് അപകടം തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനകത്ത് എന്താ ഉള്ളത്? അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനകത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നൊന്നുമില്ല. മതരാഷ്ട്രവാദം നമ്മൾ ആവർത്തിച്ച് അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവർ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്, അവർക്കിപ്പോഴും മതരാഷ്ട്രവാദം ഉണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്? അതല്ലേ അപകടകരം അതിനകത്ത്? അദ്ദേഹം അത് പറയുന്നില്ല, ഞാൻ ഇന്ത്യയെ ഇവിടെ മതരാഷ്ട്രവാദം ഈ കാലത്ത് പ്രസക്തമാണെന്നോ മതരാഷ്ട്രം സ്ഥാപിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. അപകടകരമായിട്ടൊന്നുമില്ല. അതിനകത്ത് ഉള്ളത് എന്താണ്? അവരുടെ ഒരു പൊയ്പോയ ഭൂതകാലത്തിൻ്റെ മഹത്വം എല്ലാ ഇത്തരം സംഘടനകളും RSS പോലുള്ള സംഘടനകളൊക്കെ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്കൊരു വലിയ ഭൂതകാലം ഉണ്ടായിരുന്നു, ഗംഭീരമായൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്താണ്? 4% മാത്രം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ 4%, 96% മറ്റിതര വിശ്വാസികൾ ഉണ്ടായിരുന്ന രാജ്യത്തെ, ആ ബഹുസ്വരമായിട്ടുള്ള രാജ്യത്തെ നന്നായിട്ട് ഭരിച്ച ഒരു ഭൂതകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്ക്. മദീനയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന, പ്രവാചകൻ ഉണ്ടാക്കിയിരുന്ന രാജ്യം എന്ന് പറയുന്നത് 15% മാത്രം മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കെ പോലും അവിടെ ബഹുസ്വരമായിട്ടുള്ള സമൂഹത്തെ നയിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു പൊയ്പോയ ഗംഭീരമായിട്ടുള്ള ഭൂതകാലം. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് ബഷീർ എഴുതിയ ഉള്ളൊരു ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു കുളിര് കോരുന്ന സംഗതി ഇങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ. നമുക്കറിയില്ല ആ കാലത്ത് അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നോ, ഒട്ടും ചോര ചിന്താതെയാണ് ഈ രാഷ്ട്രം സ്ഥാപിച്ചതെന്നൊക്കെ പലതരത്തിലുള്ള ചർച്ചകളാകാം. അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ആകപ്പാടെ പ്രവാചകൻ അങ്ങനെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ആകപ്പാടെ മോശമായിരുന്നു എന്ന് നിങ്ങളാരും വിചാരിക്കല്ലേ എന്ന് പറയുന്നതായിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് എനിക്ക് തോന്നിയത്. മറിച്ചല്ലാതെ ഇതാണ് ഞങ്ങളുടെ കാര്യം, അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും പ്രവർത്തിക്കുന്നിടത്തെല്ലാം മതരാഷ്ട്രം കൊണ്ടുവരും, ഇന്ത്യയിൽ അത് കൊണ്ടുവരുന്നല്ല. ഇവിടെയും പക്ഷേ പ്രശ്നമുണ്ട്. കാരണം മുസ്ലിം സമുദായ സംഘടനകൾക്കകത്ത് തന്നെ ഈ വളരെ വയസ്സായിട്ടുള്ള പണ്ഡിതന്മാർക്ക് തന്നെയും പ്രവാചകൻ അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന അഭിപ്രായമുണ്ട്. അവിടെയാണ് ഇവരുടെ പ്രശ്നം. അതായത് മതരാഷ്ട്രം ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഹുക്കുമത്തെ ഇലാഹി എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന സംഗതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ ഇസ്ലാം വിശ്വാസികൾ തന്നെയും അംഗീകരിക്കുന്നില്ല. അങ്ങനെ രാഷ്ട്രം ഉണ്ടാക്കാനൊന്നും ഒരു രാഷ്ട്രീയ ക്രമത്തിലേക്ക് ഇത് മാറണമെന്നൊന്നും പ്രവാചകൻ വിചാരിച്ചിട്ടില്ല എന്ന വാദവും വളരെ പ്രബലമായിട്ടുണ്ട്. അവിടെയാണ് അതായത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിശ്വസിക്കുന്ന മതേതരരായിട്ടുള്ള ആളുകളുടെ ഇതിനോടുള്ള എതിർപ്പ്, ജമാഅത്തെ ഇസ്ലാമിയുടെ എതിർപ്പ് ഇത്രയേ ഉള്ളൂ. RSSനോടുള്ള എതിർപ്പ് പോലെ തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും കേമമെന്നും അതുതന്നെയാണ് രാഷ്ട്രീയമെന്നും പറഞ്ഞിട്ട് ഭരിക്കാൻ വന്നാൽ അപകടകരമായ സാഹചര്യം ഉണ്ടാവും.